ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഡ്രോയറുകളുള്ള ഒരു മേശ, പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു ടോയ്ലറ്റാണ്. ഏകദേശം 400ഓളം വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ടോയ്ലറ്റ്. 1920-ൽ നിർമ്മിക്കപ്പെട്ട ഈ ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്നത് വൈദ്യുതിയിലല്ല, മറിച്ച് മണ്ണെണ്ണയിലാണ്. ഈ കാണുന്ന ഫർണിച്ചറിനെ വിളിക്കുന്നത് ലവ് സീറ്റ് എന്നാണ്. 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ പ്രചാരം നേടിയ ഈ പീസ് ഓഫ് ഫർണിച്ചർ പ്രധാനമായും ഉപയോഗിക്കുന്നത് കല്യാണം ഉറപ്പിച്ചിരുന്ന പെണ്ണിനും ചെറുക്കനും മണിക്കൂറുകളോളം ചാരിയിരുന്ന് കണ്ണും നോക്കി സംസാരിക്കുവാനായിരുന്നു. ബെൽജിയം ഗ്ലാസിൽ നിർമ്മിച്ച ഷാൻലിയറുകൾ, ഇറ്റാലിയൻ മാർബിൾ പാകിയ തറകൾ, റൂബി പതിപ്പിച്ച മെഴുകുതിരി സ്റ്റാൻഡ്, വെള്ളി പാത്രങ്ങൾ, 24 കാരറ്റ് സ്വർണം പൂശിയ ഡോർ ഫ്രെയിമുകൾ. ഇതൊന്നും പോരാഞ്ഞിട്ട് വിശുദ്ധ ഫ്രാൻസിസിന്റെ നഖം. ഇത്തരത്തിൽ എണ്ണിയാലും പറഞ്ഞാലും ഒടുങ്ങാത്ത ആഡംബരത്തിന്റെ പര്യായമാണ് മെനസസ് ബ്രഗാൻസ ഹൗസ്. ഒരു കാലത്ത് ഗോവയിലെ ഏറ്റവും വലിയ ധനിക കുടുംബം. കഥയെല്ലാം തുടങ്ങുന്നത് ഈ കാണുന്ന മനുഷ്യനിൽ നിന്നാണ്. ഫ്രാൻസിസ്കോ സേവിയർ ബ്രഗാൻസ. സമൂഹത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തിയിരുന്ന ഹിന്ദുവായിരുന്ന ഈ മനുഷ്യൻ ക്രിസ്ത്യാനിയായി മതം മാറിയതോടെ പോർച്ചുഗീസ് രാജാവായ ഡോം ലൂയി കൊടുത്തതാണ് ഈ ബ്രഗാൻസ എന്ന സർനെയിം. ഇതുകൂടാതെ 1576-ൽ ഈ കാണുന്ന കാണായ സ്ഥലം ഇഷ്ടപ്പെട്ട ദാനമായി രാജാവ് എഴുതി കൊടുക്കുകയും ചെയ്തു. ഇന്ന് ഈ ബംഗ്ലാവ് പോർച്ചുഗീസ് ആർക്കിടെക്ചറിന്റെ ഒരു ഉദാഹരണമായി നിലകൊള്ളുന്നു. ഓരോ കോണിലും തിരിവിലും വളവിലും അത്രമേൽ അത്ഭുതങ്ങൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ട്. ഇവയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ കാണുന്ന ഫോട്ടോഗ്രാഫാണ്. കാലങ്ങൾക്ക് മുൻപേ മരിച്ചുപോയ ഈ പെൺകുട്ടിയുടെ കാതിലെ കമ്മൽ 3D ആണ്. മരണശേഷം അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട വൈരക്കമ്മൽ ആ ഫോട്ടോയിൽ കുത്തിയാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു കുടുംബത്തിന് മാത്രം പ്രാർത്ഥിക്കാനുള്ള ചാപ്പലാണ്. പോർച്ചുഗീസ് രാജാവ് ഗൃഹനാഥന് സമ്മാനിച്ച കസേരകൾ, ആനക്കൊമ്പ്, മക്കാവിൽ നിന്ന് കൊണ്ടുവന്ന സിറാമിക്കുകൾ. എങ്ങനെയൊക്കെ നോക്കിയാലും 2-3 റീലിൽ ഒതുക്കാവുന്നതല്ല ഈ കാഴ്ചകൾ. നിങ്ങൾ ചരിത്രാന്വേഷികളാണെങ്കിൽ, സൗന്ദര്യ ആരാധകരാണെങ്കിൽ ഗോവ ഇറ്റിനറിയിൽ ഈ ഒരു വീടും കൂടെ ഉൾപ്പെടുത്തിയിരിക്കണം. ധാരാളം ഇൻഡോ പോർച്ചുഗീസ് ബംഗ്ലാവുകൾ ചിതറിക്കിടക്കുന്ന സൗത്ത് ഗോവയിലെ ഷാന്തോൾ എന്ന കുഞ്ഞു ഗ്രാമത്തിലാണ് ഈ ബംഗ്ലാവ് ഉള്ളത്. എൻട്രി ഫീസ് ഒരാൾക്ക് 500 രൂപയാണ്.